തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് എന്നെ കൊണ്ട് സാറ്റർഡേ വർക്ക് ചെയ്യിക്കുന്നത്. അത് ഓഫീസിൽ പോയിട്ട് ഏറ്റവും ബോറിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ദിവസമാണ് സാറ്റർഡേ എന്ന് പറയുന്നത്. പണിയുണ്ട് എന്താ പണിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. എന്തായാലും ഇന്നൊരു സാറ്റർഡേ വർക്കിംഗ് ആയിരുന്നു. അത് ഓഫീസിൽ പോയിട്ട് 8:30 വരെ സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം എനിക്ക് സിക്കാണ്, വയ്യ. അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് നല്ലതെന്തെങ്കിലും കരുതിയിട്ട് നമ്മൾ പല്ല് തേക്കണം. അങ്ങനെ പല്ല് തേച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ വല്ലപ്പോഴും നടത്തുന്ന ആ കാര്യം നടത്തി എൻ്റെ റൂമിൻ്റെ വിൻഡോസൊക്കെ ഒന്ന് തുറന്നിട്ട് എൻ്റെ റൂമിനെ ഫുൾ ഒന്ന് വെയിൽ കൊളിച്ചതിന് ശേഷം താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് എന്തോ അമ്മ വെച്ച ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ മുളക് പൊടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കും അമ്മയ്ക്കും ഒന്ന് സ്റ്റിച്ചിങ് സെന്ററിൽ പോകണമായിരുന്നു. ഞാനും അമ്മ സ്റ്റിച്ചിങ് സെന്ററിൽ പോയപ്പോൾ അവിടുത്തെ പയ്യൻ വരച്ചതാ കേട്ടോ ഇതൊക്കെ. അവനൊന്നും ഡ്രോയിങ് ക്ലാസ്സിൽ പോയി പഠിച്ചതൊന്നുമല്ല, അല്ലാണ്ട് അവൻ ചുമ്മാ യൂട്യൂബ് നോക്കി വരച്ച് പഠിച്ചതാന്ന്. കഴിവ് തന്നെ. അങ്ങനെ കഴിവുള്ള കൊച്ചിനെ കഴിവില്ലാത്ത ഞാൻ പ്രശംസിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുറന്നിട്ട് എൻ്റെ ഷെൽഫ് നോക്കിയിട്ട് ഇതിനകത്തൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് എപ്പോഴും ഇടുന്ന ഒരു ഡ്രസ്സും എടുത്തിട്ടുണ്ട് ഇറങ്ങി. ഇനി ഞാൻ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഫുൾ പ്രിക്കോഷൻസോട് കൂടിയിട്ടാണ് പോകുന്നത്. കയ്യിൽ കാലിലൊക്കെ ഫുൾ സൺസ്ക്രീനിൽ പൊതിഞ്ഞാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ റൂമിൽ ഒരു ചെടി ഞാൻ വളർത്തുന്നുണ്ട്. അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയില്ലേ, ഇനിയെങ്കിലും ഒന്ന് വളർന്നൂടെ എന്നൊക്കെ പറഞ്ഞ് അതിന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ചൊക്കെ കെട്ടിയിട്ട് ഞാൻ എൻ്റെ ശകടത്തിലേക്ക് യാത്ര തിരിച്ചു. എൻ്റെ ശകടം കൊണ്ടാണ് ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ ഫുൾ പ്രിക്കോഷൻസ് വെയിലിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് പോയി. നട്ടുച്ച വെയിലത്ത് 1:30 ആയപ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടു ആരുമില്ല, ഞാൻ മാത്രം ലിഫ്റ്റിൽ. അങ്ങനെ ഞാൻ പോയി. പിന്നെ പണിയെടുക്കാൻ കയറി. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വിശപ്പുണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ ഞങ്ങളൊരു 4 മണി 5 മണി ആയ സമയത്ത് പുറത്ത് പോയി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ട് ഗേറ്റിൻ്റെ പുറത്ത്. അപ്പോൾ പിന്നെ ഞാൻ നന്ദനെ കൂടെ വിളിച്ചു. അങ്ങനെ നന്ദനും ഞാനും രാഹുലും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു. ഞാൻ ഹെൽത്തി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇലയപ്പമാണ് മേടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് ഒരു പാനിപ്പൂരി ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ ഹൈജീനൊക്കെ രാഹുൽ ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ബേൽപൂരി മറ്റേ എന്തൊക്കെയോ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയി അതുകൂടെ കഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ കഴിച്ചിട്ട് ഓഫീസിൽ പോയി. പിന്നെ ഇനി പണിയെടുക്കണമല്ലോ, അതിനുള്ള എനർജി വേണമല്ലോ നമുക്ക്. അങ്ങനെ ഓഫീസിൽ പോയി പണി. പിന്നെ നന്ദൻ ടാറ്റ പറഞ്ഞു പോയി. അപ്പോൾ എത്ര ഉള്ളതൊക്കെ ബൈ.